ഇന്ന് നമുക്ക് ഒരു സത്യസന്ധനായ രാജാവിന്റെ കഥ കേട്ടാലോ? പണ്ട് വിക്രമാദിത്യൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം വളരെ വലുതായിരുന്നു. അവിടെയുള്ള പ്രജകളെല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിച്ചിരുന്നത്. രാജാവിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം നീതിമാനും സത്യസന്ധനുമായിരുന്നു. ഒരു ദിവസം രാജകൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു വിലയേറിയ രത്നം നഷ്ടപ്പെട്ടു. രാജാവിന് ഇത് കേട്ട് വലിയ ദുഃഖമായി. കാരണം ആ രത്നം രാജ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു. രാജാവ് ഉടൻ തന്നെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. രത്നം എടുത്തയാൾക്ക് ശിക്ഷയുണ്ടാവില്ല, പക്ഷെ അത് തിരികെ ഏൽപ്പിക്കണം. രത്നം എടുത്തത് ആരാണെന്ന് സത്യസന്ധമായി പറയുന്നവർക്ക് ഒരു സമ്മാനം നൽകുന്നതുമായിരിക്കും. വിളംബരം കേട്ട് രാജ്യത്തെ പ്രജകളെല്ലാം അത്ഭുതപ്പെട്ടു. സാധാരണ മോഷ്ടാക്കളെ ശിക്ഷിക്കുകയാണല്ലോ പതിവ്. അന്ന് രാത്രി ഒരു പാവപ്പെട്ട സ്ത്രീ പേടിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. അവർ രാജാവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. "എന്റെ രാജാവേ, എന്നോട് ക്ഷമിക്കണം. എന്റെ മകനാണ് വിശപ്പ് സഹിക്കാനാവാതെ രത്നമെടുത്തത്. അറിവില്ലായ്മ കൊണ്ടാണ് അവൻ അത് ചെയ്തത്. അവൻ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം." രാജാവ് അവരെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു. "നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ സത്യസന്ധമായി എന്നോട് തുറന്നു പറഞ്ഞല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം." രാജാവ് ആ സ്ത്രീയെ സമ്മാനങ്ങൾ നൽകി സന്തോഷത്തോടെ വീട്ടിലേക്ക് അയച്ചു. രത്നം വീണ്ടെടുത്തു. രാജ്യത്തിന്റെ ഐശ്വര്യവും തിരിച്ചെത്തി. രാജാവ് വിക്രമാദിത്യൻ ഒരിക്കലും മോഷ്ടാവിനെ ശിക്ഷിച്ചില്ല.